നമസ്കാരം ബ്രഹ്മ ന്യൂസിലേക്ക് സ്വാഗതം. റഫാൽ കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ്താവന കോടതി ലക്ഷ്യമാണെന്ന ആരോപണത്തിൽ നിയമ നടപടിയുമായി ബിജെപി. രാഹുൽ സുപ്രീം കോടതി വിധിയെ തെറ്റിദ്ധരിപ്പിച്ച് കോടതിയലക്ഷ്യം നടത്തിയെന്ന് കാണിച്ച് ബിജെപി സുപ്രീം കോടതിയെ സമീപിച്ചു. ക്രിമിനൽ കോടതിയലക്ഷ്യ ഹർജിയാണ് ബിജെപി നൽകിയത്. റഫാൽ കേസിലെ കോടതി ഉത്തരവിനെ ദുർവ്യാഖ്യാനം ചെയ്തെന്ന് ബിജെപി MP മീനാക്ഷി ലേഖി നൽകിയ ഹർജിയിൽ ആരോപിക്കുന്നു. ഹർജി സുപ്രീം കോടതി 15-ന് പരിഗണിക്കും. റഫാൽ കേസിൽ അഴിമതി നടന്നുവെന്ന് സുപ്രീം കോടതി കണ്ടെത്തിയെന്നായിരുന്നു മോദിയെ കള്ളൻ എന്ന് വിളിച്ച് രാഹുൽ നടത്തിയ പ്രസ്താവന. പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് കാണാതായ രേഖകൾ പരിശോധിക്കുന്നതിൽ തടസ്സങ്ങളില്ല എന്ന സുപ്രീം കോടതി വിധിക്ക് പിറകെയായിരുന്നു രാഹുലിന്റെ പ്രസ്താവന. പുനഃപരിശോധനയ്ക്കൊപ്പം ഹിന്ദു പത്രം പുറത്തുവിട്ട രേഖകൾ പരിശോധിക്കുന്നതിൽ വിരോധമില്ല എന്നായിരുന്നു കോടതിയുടെ ഉത്തരവ്. ഇത് എങ്ങനെയാണ് അഴിമതി നടന്നുവെന്ന് കോടതി പറഞ്ഞുവെന്ന രീതിയിൽ ചിത്രീകരിക്കുക എന്നതാണ് ബിജെപി ഉന്നയിക്കുന്ന ചോദ്യം. രാഹുൽ വിഷയത്തിൽ കോടതിയലക്ഷ്യം നടത്തിയെന്നാണ് നിയമരംഗത്തുള്ളവരും ചൂണ്ടിക്കാട്ടിയത്. പരമോന്നത കോടതി വിധിയെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി വളച്ചൊടിച്ച് ഉപയോഗിച്ചത് കോടതിയലക്ഷ്യം തന്നെയാണെന്നും അവർ പറയുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഹർജി പരിഗണിക്കണമെന്നും ബിജെപി ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാഹുലിന്റെ പ്രസ്താവനയുടെ തെളിവ് സഹിതമാണ് ബിജെപി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. വയനാട്ടിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കെതിരെ CPM പടയൊരുക്കം ശക്തമാക്കുമ്പോൾ തമിഴ്നാട്ടിലെ മധുരയിൽ രാഹുൽ CPM സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് തേടും. തമിഴ്നാട്ടിലെ DMK കോൺഗ്രസ് സഖ്യത്തിൽ CPM-ഉം ഭാഗമാണ്. ഇതിന്റെ ഭാഗമായാണ് മധുരയിലെ CPM സ്ഥാനാർത്ഥി U വെങ്കടേഷിന്റെ തെരഞ്ഞെടുപ്പ് റാലിയിൽ രാഹുൽ പങ്കെടുക്കുക. തമിഴ്നാട്ടിൽ 2 സീറ്റിലാണ് CPM മത്സരിക്കുന്നത്. മധുരയും കോയമ്പത്തൂരുമാണ് ഈ 2 മണ്ഡലങ്ങൾ. തിരുപ്പൂരിലും നാഗപട്ടണത്തും CPI മത്സരിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലാകെ 39 ലോക്സഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. OP 160/18 കക്ഷി സജിത് കുമാർ അമ്മണിപ്പിള്ള, എതിർകക്ഷി കാന്തി ശിവദാസൻ. Come to a life in the midst of nature. Presenting Raindrops at Kakinad. Casadal Developers. Stay happy.